Good morning, students. നമുക്ക് 15ലെ ഫസ്റ്റ് പാർട്ട് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. A പറയുന്നത് a sample of 20 items has mean 42 and standard deviation 5. Test whether the sample is from a population with mean 45. 5% level of significance. അപ്പോൾ sample 20 ആണ്. N is equal to 20. A sample of 20 items has mean. A sample in the mean എത്രയാണ്? X bar is equal to 42. Sample the standard deviation എത്രയാണ്? S is equal to 5. Test whether the sample is from a population with mean 45. Mean is equal to 45. But testing of hypothesis problem ആണ്. ഇവിടെ തന്നിരിക്കുന്ന level of significance എത്രയാണ്? 5% ആണ്. ഇവിടെ നമുക്ക് n ന്റെ വാല്യൂ 20 ആണ്. n എന്നുള്ള 20 ആണ്, ലെസ് ദാൻ 30 അതുകൊണ്ട് നമ്മുടെ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണം കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് എന്നിന്റെ വാല്യൂ സാമ്പിൾ സൈസ് 20, സാമ്പിൾ മീൻ 42, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5, പോപ്പുലേഷൻ മീൻ 45. നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ഡിസൈഡ് ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് H0 mu എന്ന് പറഞ്ഞാൽ എന്താണ്? 45. ഇതാണ് നൾ ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് സ്റ്റേജിൽ നൾ ഹൈപ്പോത്തസിസ് ഡിസൈഡ് ചെയ്തു. H0 mu = 45. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എടുക്കാം. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്? H1 mu not equal to 45. H1 mu not equal to 45. ഇതിനെ നമ്മൾ പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇനി സിൻസ് n is small എന്ന് മനസ്സിലായി എങ്ങനെയാണ്? ലെസ് ദാൻ 30 ആണെങ്കിൽ സ്മോൾ ആയിട്ട് എടുക്കും. സിൻസ് n is small നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടി ടെസ്റ്റ് ആണ്. വി യൂസ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് ഉപയോഗിച്ച് ടി ഇവാലുവേറ്റ് ചെയ്യണം. ടി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് n. ഇതാണ് ഫോർമുല. നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ടി എടുക്കാനുള്ള കാരണം എന്താണ്? n is small. ലെസ് ദാൻ 30 ആകുമ്പോൾ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ടി. ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n. അപ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? 42 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിവൈഡ് ബൈ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 റൂട്ട് 20 എന്ന് പറയുന്നത് എത്രയാണ്? n ന്റെ വാല്യൂ 20. അപ്പോൾ 42 മൈനസ് 45 ഡിവൈഡ് ബൈ 5 ബൈ റൂട്ട് 20. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 42 മൈനസ് 45 that is equal to minus 3 divided by 5 root 20 mod root 0. Root 20 the value 4.472. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. മൈനസ് 13 നമുക്ക് മൈനസ് 13.416 divided by 5 that is equal to minus 2 points. Minus 2.6832. നമ്മൾ ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈനസ് 2.6832 എന്നാണ്. അപ്പോൾ ടി കാൽക്കുലേറ്റ് ആയിട്ട് ഉപയോഗിച്ച ഫോർമുല ഏതാണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n. എക്സ് ബാർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സാമ്പിൾ മീൻ, മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ, എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 42 minus 45 divided by s by 5 by root 20. That is minus 3 by 5 into 4.472. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 2.6832. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്താണ്? നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്ര പറഞ്ഞേക്കണം? 5% ആണ്. ഇനി ടേബിൾ വാല്യൂ നിന്ന് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിൾ വാല്യൂ നിന്ന് ടിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അടുത്ത അതാണ് കേട്ടോ ചെയ്യുന്നത്. ടേബിൾ വാല്യൂ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടി ടേബിൾ. ഈ ടി ടേബിളില് ഇവിടെ n is equal to 20 ആണ്. അപ്പൊ നമ്മള് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 20 മൈനസ് 1 that is equal to 90. ഇനി ഇവിടെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഇവിടെ നമ്മള് ടി എന്നുള്ളത് ടി ആൽഫ ബൈ 2 ടൈൽ ടെസ്റ്റ് ആണ്. സിൻസ് ഇറ്റ് ഇസ് എ 2 ടൈൽ ടെസ്റ്റ്, ടി ആൽഫ ബൈ 2 അതായത് ടി ആൽഫ എന്നുള്ള 0.05 ആണെങ്കിൽ 0.025 ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ടേബിൾ. ടി ടേബിൾ ഇതാണ്. ഇവിടെ നോക്കാം.
ഇവിടെ ഈ സൈഡിൽ കാണുന്നത് ഇത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. 1, 2, 3, 4, 5 ഇത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കേണ്ടത് ഏതാണ്? 90 ആണ് എടുക്കേണ്ടത്. ഇനിയും അതുപോലെ 0.05 പകുതി എത്രയാണ്? 0.025. 0.025 താഴെ ഇങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ 19 നേരെ ഉള്ള വാല്യൂ എത്രയാണ്? 2.093. ഇങ്ങനെയാണ് നമ്മൾ ടി ടേബിളിൽ നിന്ന് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടി ടേബിൾ എടുത്തു. ഈ സൈഡിലുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. 1, 2, 3, 4, 5, 6, 7, 8 എന്നുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ നമ്മൾ 19 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുന്നത്. കാരണം 20 - 1 19. 19 നേരെ ഇവിടെ നോക്കാം. 2.093 കണ്ട 0.025 എടുക്കേണ്ടത്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആവുമ്പോൾ അതിന്റെ ടി ആൽഫ ബൈ 2 0.05 നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ 0.025 കിട്ടും. ആ 0.025 നേരെ നമ്മൾ 2.093. അപ്പൊ 2.093 ഇങ്ങനെ നമുക്ക് ടേബിൾ വാല്യൂ ഉണ്ട്. അപ്പൊ 2 ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ടിയുടെ വാല്യൂ എത്ര കിട്ടിയേ? -2.6832 ആണ്. ഇനി അതിന്റെ മോഡുലസ് ഓഫ് ടി എടുക്കാം. മോഡുലസ് ഓഫ് ടി എത്രയാണ്? 2.6832. അപ്പോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.6832 ആണ്. നമുക്ക് ടേബിൾ വാല്യൂ എത്രയാണ്? 2.093 ആണ്. അപ്പൊ ടി ആൽഫ ബൈ 2 ഈ മോഡുലസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തിനേക്കാളും വലുതാണ്? മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2. ടി ആൽഫ ബൈ 2 വലുതാണ്. ടി ആൽഫ ബൈ 2 ടേബിൾ വാല്യൂവിനേക്കാൾ കൂടി നിൽക്കുന്നു ഏത്? മോഡുലസ് ഓഫ് ടി. Therefore നമ്മൾ reject H0 and accept H1. നമ്മൾ H1 accept ചെയ്യുന്നു. അപ്പോ ഈ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്ട് ചെയ്യുന്നു. H1 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ ഈസ് നോട്ട് ഫ്രം ദ പോപ്പുലേഷൻ മീൻ. നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ ഈസ് സാമ്പിൾ ഈസ് നോട്ട് ഫ്രം ദി പോപ്പുലേഷൻ ആണ് കൺക്ലൂഷൻ. പോപ്പുലേഷൻ ഇവിടെ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തുകൊണ്ട് സാമ്പിൾ ഈസ് നോട്ട് ഫ്രം ദി പോപ്പുലേഷൻ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ടിയുടെ വാല്യൂ കാണാനുള്ള ഫോർമുല ഓർത്തിരിക്കണം. ഫോർമുല എന്താണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ √10. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ മീൻ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ മീൻ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സൈസ്. ഇവിടെ എന്തുകൊണ്ട് ടി ടെസ്റ്റ് എടുത്തു? n<30 ആകുമ്പോൾ നമ്മൾ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടിയുടെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തു. ടിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -2.683. ഇനി ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ടേബിളിലേക്ക് നോക്കണം. ടേബിളിലേക്ക് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ 20 ആണ് n എന്നുള്ളത്. 20 - 1 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ കോളത്തിൽ 19 നോക്കാം. അതിനുശേഷം ഇവിടെ പോയിന്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ഇവിടെ 2 ടൈൽ ടെസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ പകുതി എടുക്കാം. പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.025. 0.025 നേരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2.093. അപ്പൊ കിട്ടിയ ടി വാല്യൂന്റെ മോഡുലസ് എടുക്കാം. മോഡുലസ് ഓഫ് ടി എത്രയാണ്? 2.6832. ഈ മോഡുലസ് ഓഫ് ടി ആൽഫബേറ്റിനേക്കാളും വലുതാണ്. ടി ആൽഫബേറ്റിനേക്കാളും വലുതായതുകൊണ്ട് നമ്മൾ റിജക്ട് H0 and accept H1. Therefore, our conclusion എന്താണ്? Sample is not from the population. Okay.